ഓട്ടിസം ബാധിച്ച യുവാവിനെയും കൈക്കുഞ്ഞിനെയും വീട്ടിൽ നിന്നിറക്കി വിട്ട് ജപ്തി നടത്താനുള്ള സ്വകാര്യ ബാങ്കിന്റെ നീക്കം നാട്ടുകാർ തടഞ്ഞ് ഒരു മനസ്സുമായി. കേരളത്തിനാകെ മാതൃകയാണ് ഈ നടപടി. ബുധനൂർ ഉള്ളന്തിയിൽ മേസ്തിരിപ്പണിക്കാരനായ ഗൃഹനാഥൻ ജോലിക്ക് പോയ നേരത്തായിരുന്നു ഉദ്യോഗസ്ഥരുടെ നടപടി. BJP ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഒരു ഗ്രാമം ഒന്നടങ്കം പ്രതിഷേധവുമായി എത്തിയതോടെ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച് ബാങ്ക് അധികൃതർക്ക് പിൻവാങ്ങേണ്ടി വന്നു. വീടിന്റെ ആധാരം പണയപ്പെടുത്തിയെടുത്ത വായ്പ കുടിശ്ശികയായതിനെ തുടർന്നാണ് ബാങ്ക് അധികൃതർ ജപ്തിക്കെത്തിയത്. ഗൃഹനാഥൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് വീട്ടിൽ ഓട്ടിസം ബാധിച്ച 22-കാരനായ മകനും ഗൃഹനാഥന്റെ മകളും അവരുടെ കൈക്കുഞ്ഞും മാത്രമാണ് ഉണ്ടായിരുന്നത്. മാനുഷിക പരിഗണനകൾ മറന്ന് ഇവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വീട് പൂട്ടി സീൽ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. സംഭവമറിഞ്ഞ് സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരെ തടഞ്ഞു. നിയമപരമായ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധത്തിന് രാഷ്ട്രീയത്തിനപ്പുറം ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR മോഹനൻ, വാർഡ് മെമ്പർ രാജേഷ് ഗ്രാമം തുടങ്ങി വിവിധ പാർട്ടി നേതാക്കളും ഗ്രാമവാസികളും അണിനിരന്നു. ഒരു ഗ്രാമത്തിന്റെ ഐക്യം ആരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കി ജപ്തി ചെയ്യരുതെന്ന് മാനുഷികവും നിയമപരവുമായ വശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. നാട്ടുകാരുടെ ശക്തമായ നിലപാടിന് മുന്നിൽ മറുപടിയില്ലാതെ ബാങ്ക് സംഘം അമ്പരന്നു. ഒടുവിൽ നടന്ന ചർച്ചയിൽ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ധാരണയായി. പട്ടികജാതി കുടുംബത്തെ അമിത പലിശയുടെയും നിയമകുരുക്കിന്റെയും പേരിൽ തെരുവിലിറക്കാനുള്ള നീക്കത്തിനെതിരായ നാടിന്റെ ജാഗ്രതയായി ഈ സംഭവം മാറി. സോഷ്യൽ മീഡിയയിലടക്കം സന്ദീപ് വചസ്പതിയുടെയും നാട്ടുകാരുടെയും ഈ ഇടപെടലിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്.